നമ്മളിന്നൊരു ലോട്ടസാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ലോട്ടസ് വരയ്ക്കണതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്ന എലമെൻ്റാണ് ബഡ്. അപ്പോൾ നമ്മൾ ആ ബഡാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ലോട്ടസിന് ആവശ്യമായിട്ടുള്ള അടുത്ത എലമെൻ്റാണ് പെറ്റൽസ്. പെറ്റൽസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളമാണ് നമ്മുടെ ലോട്ടസിൻ്റെ ഭംഗി കൂടുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലോട്ടസിന് 2 സൈഡിലായിട്ട് 3 പെറ്റൽസ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ 2 സൈഡിലും പെറ്റൽസ് വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പെറ്റൽസ് വരച്ചതിന് ശേഷം നമുക്ക് ലോട്ടസിൻ്റെ പെറ്റൽസിൻ്റെ താഴെയായിട്ടൊരു സ്വേള് വരയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് സ്വേള് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അതിനുശേഷം നമ്മൾ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു സ്വേള് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വേളും കൂടി വരയ്ക്കുമ്പോൾ നമ്മൾ എലമെൻ്റ് ഒന്നും കൂടി ഹൈലൈറ്റ് ആവുകയാണ്. അതിനുശേഷം നമ്മൾ ഈ സ്വേളിൽ ജോയിൻ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ലീഫ് വരയ്ക്കുകയാണ്. നമ്മൾ മൊത്തത്തിൽ 3 ലീവ്സാണ് വരയ്ക്കുന്നത് 2 സൈഡിലുമായിട്ട്. ലീവ്സ് വരയ്ക്കാൻ അറിയാമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ 2 സൈഡിലും ഇതുപോലെ ലീവ്സ് വരയ്ക്കുന്നു. നമ്മൾ 2 സൈഡിലും നമ്മൾ ലീവ്സ് വരച്ചതിന് ശേഷം നമ്മൾ ലീവ്സിൻ്റെയും ലാസ്റ്റ് പെറ്റൽസിൻ്റെയും ഇടയിലായിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ സർക്കിൾ വരച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ലോട്ടസ് മൊത്തത്തിൽ ഒന്ന് ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ബഡിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു ലൈനും ബഡിൻ്റെയും അതായത് ലോട്ടസിൻ്റെയും മിഡിലായിട്ട് നമ്മളൊരു ഡോട്ട്, നല്ല തിക്കനായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ലോട്ടസിൻ്റെ ലൈൻസൊക്കെ ഒന്ന് തിക്കൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ ലീവ്സിൻ്റെയും സ്വേളിൻ്റെയൊക്കെ ലൈൻസ് നമ്മളൊന്ന് തിക്കൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓവറാൾ നമ്മൾ ആ എലമെൻ്റ് ഒന്ന് തിക്കൻ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ലോട്ടസിൻ്റെ ഹൈലൈറ്റ് തന്നെ വളരെ ഡിഫറെൻ്റ് ആവും. നമ്മൾ ഇതുവരെ വരച്ച ലോട്ടസും നമ്മൾ ഈ തിക്കൻ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇത് തിക്കൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. നമ്മൾ ഈ പെറ്റൽസിൻ്റെയും എല്ലാ ഭാഗത്തും നമ്മൾ നമ്മുടെ ലൈനൊന്ന് ഓവറോൾ തിക്കൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച് ഫുൾ നമ്മുടെ എലമെൻ്റ് ഒന്ന് തിക്കൻ ചെയ്ത് കൊടുക്കുക. തിക്കൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എലമെൻറ്റിൻ്റെ മൊത്തം ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ആർട്ട് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.